അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇത്തോടന്റെ ബുക്സ് ഒക്കെ റാപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇത്തോടന്റെ ബുക്സ്. ഇത്തോട് നിക്കൊല്ലം LKG-യിലേക്കാണ്. അപ്പൊ അവന് മൊത്തം 4 ടേമാണ് ഉള്ളത്. 4 ടേമിനും കൂടിയിട്ട് 21 ബുക്കുകളാണുള്ളത്. അപ്പൊ ഏതൊക്കെ ബുക്കാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതൊക്കെ ഇത്തോടന്റെ സ്റ്റോറി ബുക്കുകളാണ്. സ്റ്റോറി ബുക്ക് തന്നെ ഏകദേശം ഒരു 13 എണ്ണം ഉണ്ട്. ഇങ്ങനെ അറ്റ് ദ ഫാം, വേർ ഈസ് ചിൻഡു, ബാൻജോ വാട്ട്സ് എ ന്യൂ ടെയിൽ, മിസ്റ്റർ ഷീപ്സ് പാർട്ടി. അപ്പം ഇതിനുള്ളിലൊക്കെ നല്ല പിക്ചറൊക്കെ കൊടുത്തിട്ടുള്ള കഥകളാണ്. നല്ലുണ്ട് സ്റ്റോറി ബുക്കുകൾ. അപ്പൊ ഇതൊക്കെ പൊതിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ ഒരു മീറ്റിംഗ് ഉണ്ട് പേരൻസിന്റെ. അപ്പൊ സ്കൂളിൽ കൊണ്ടു കൊടുക്കണമെന്ന് ടീച്ചർ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ വേഗം തന്നെ പൊതിയുന്നത്. സ്റ്റോറി ബുക്ക് കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കുകളാണ്. ഓരോ ടേമിനായിട്ടുള്ളതാണ്. മലയാളം. അപ്പൊ ഇതാണ് മലയാള പാഠാവലി, മധുരമൊഴി. ഇതിൽ കഥകളൊക്കെ ഉണ്ട്. പിന്നെ ലിറ്റിൽ തിങ്കർ, മെമ്മറീസ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ലാംഗ്വേജ് ആർട്സ്, മാത്തമാറ്റിക്സ്, പിന്നെ ഒരു കളർ ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കും കൂടിയാണ് ഉള്ളത്. ഇത്തോട്ടൻ്റെ നെയിം സ്ലിപ്പ് എല്ലാം ചോട്ടാ ഭീമിൻ്റെ ആണ്. പിന്നെ ഒരു 4 കോപ്പികളാണ് ഉള്ളത്. പെൻസിൽ ടൈം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മള് ബുക്ക് പൊതിയുന്നത് രാത്രിക്കാണ്. ഇപ്പൊ ഇത്തോടൻ ഉറക്കത്തിൽ എണീച്ചു. അപ്പൊ രജീഷേട്ട ബുക്കൊക്കെ പൊതിഞ്ഞ് പിന്നൊക്കെ അടിച്ച് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ കളർ പൊതിയാണ് ഇഷ്ടം. ശരിക്കും 2 കളറല്ലേ മെയിൻ ആയിട്ടുള്ളത്. മറ്റേ അതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു കാവി കളർ പോലെ വരുന്ന, അതിന്റെ പേരെന്നാ കളറിന്റെ? കോമൺ ആയിട്ട് 2 കളർ ഉണ്ടാവല്ലോ. ഒന്ന് ഈ കളറും പിന്നെ കുറച്ച് ഭയങ്കര കളറായിട്ട് കാവിയായിട്ട് ഇഷ്ടേ കളർ. എനിക്ക് ഈ കളറാ ഇഷ്ടം. പക്ഷേ രജിചേട്ടന് ഏതാ ഇഷ്ടം? രജിചേട്ടൻ ഒറ്റ ബുക്ക് എന്നെ കൊണ്ട് പൊതിയിപ്പിക്കുന്നില്ല. വെറുതെ ഇവിടെ പിടിച്ചിരുത്തി. സത്യം പറ, ഞാൻ പൊതിഞ്ഞ വൃത്തിയാവില്ല വിചാരിച്ചിട്ട് രജിചേട്ടൻ നമുക്ക് പൊതിയാൻ തരാത്ത. ഞാൻ ബുക്കെല്ലാം പൊതിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വ്യത്യാസമുണ്ടോ? ഒരാളെ പൊതിയും ഞാൻ വൃത്തി പൊതിയും. ഇത്തോട്ടനാണ് ഉറക്കത്തിൽ നിന്ന് എണീച്ചോണ്ടുണ്ട്. അങ്ങനെ പൊതിയലിപ്പം, അങ്ങനെ ബുക്ക് പൊതിയലിപ്പം ഞാനായി. അപ്പൊ ഇതാണ് ഞാൻ പൊതിഞ്ഞ ബുക്ക്. നോക്കി രേശാത്ത ഇതിനെന്നാ കുഴപ്പം? ഏതാ നീറ്റ് കൂടുതൽ മാർക്ക് ചെയ്യാനോട്ടും? ഇതൊരേപോലെ തന്നെ. ഏതിനാ കൂടുതൽ മാർക്ക് കിട്ടും? എന്തിനായിരിക്കും? ഓ, ഇതിപ്പോ റെക്കോർഡല്ലേ. രേച്ചയുടെ പണ്ട് രേച്ചയുടെ ഈ ബുക്ക് പൊതിയല്, റെക്കോർഡ് വരയ്ക്കല് എല്ലാം ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാ അല്ലേ? മോശമൊന്നുമില്ല. ഞാൻ പൊതിഞ്ഞു. ഞാൻ പൊതിയുന്നൊന്നും വൃത്തിയില്ലല്ലോ. ഞാൻ പൊതിയുന്നില്ല. നീ എന്നെ പൊതിഞ്ഞു. ഞാൻ പൊതിയുന്നില്ല. ഞാൻ പൊതിയും ചെയ്തിട്ട് കുറ്റം പറയുന്ന. കുറച്ചിടെ അധികം വന്നിട്ടാ പറഞ്ഞ. അതായത് ഇപ്പൊ കണ്ട ഇതൊക്കെ തുറന്ന് നോക്കുമ്പോ ഇവിടെ ഇത്രയും അധികമായിരിക്കും. ഈ അധികം എന്തിനറിയോ? ഈ അധികം നമ്മൾ മടക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. നോക്കിയത് ഈ എൻ്റെ നോക്കി ഇത് കറക്റ്റ് കിട്ടിയില്ലേ? അതെന്നോടറിയോ? ഈ ചില പുസ്തകത്തിന്റെ ബൈൻഡിങ്ങിന്റെ ഇത്തിരി അകത്തേക്കുണ്ടാവും. അപ്പൊ നമ്മളന്ന് വീണ്ടും മടക്കിയിട്ട് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാല് പോയി, അത് ഔട്ടായി, കിട്ടൂല.
അത് മാത്തമാറ്റിക്കലായിട്ട് പരിപാടിയാണ്. ഇന്ന് ബുക്ക് ആശാരിപ്പണിയാണോ ആളൊന്ന് മുറിച്ച് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു കുട്ടിയുടെ അച്ചടക്കവും കുട്ടിയുടെ ഇത് എല്ലാം ബുക്ക് കണ്ടാൽ മനസ്സിലാവും. പാവൻ നേശാണ് ഇത്ര കഷ്ടപ്പെട്ട് പൊതിയുന്ന. സൂക്ഷിച്ചാ മതിയായിരുന്നു ഇത്തോട്ടെ. പിന്നെ സ്കൂളിലായതുകൊണ്ട് ടീച്ചർ തന്നെ ശ്രദ്ധിക്കുമായിരിക്കും നമുക്ക് വിചാരിക്കാം. ഇങ്ങോട്ട് കൊണ്ടിരുന്നില്ലല്ലോ. ഹോംവർക്ക് ഉള്ളതല്ലേ കൊടുത്തു, അല്ലെങ്കിൽ പിന്നെ നമ്മളോട് എന്തിനല്ല അവിടെ കൊണ്ടുപോകാൻ പറഞ്ഞ. എന്താണ് രേശേട്ടാ പൊതിഞ്ഞിട്ടും തീരുന്നില്ലല്ലോ. ഇനിയുണ്ട് കൊറേ. ഇതാ 5 ബുക്കും കൂടെ ഉണ്ട്. 5 അല്ല 6. ഇതാ രേശേട്ടനൊക്കെ പണ്ട് ആരും ബുക്ക് പൊതിഞ്ഞാറില്ലേ ചെറുപ്പത്തിലല്ലോ? എൻ്റെ ചെറിയ പ്രായത്തിൽ അമ്മ എന്നെ പൊതിഞ്ഞു. 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയുള്ള അമ്മ എന്നെ പൊതിഞ്ഞു. നല്ല ഇന്നേരം ഇന്നലെ ബ്രൗൺ പേപ്പറൊന്നും ഇല്ല, കിട്ടൂല. എന്നേരം എങ്ങനത്തെ പേപ്പർ ആയിക്കറിയോ? ചിലപ്പം നമ്മളെ വീട്ടടുത്തൊരു നാടക ഇതുണ്ട്, ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. നാടകപ്പുരയല്ല, ഒരു നാടക സമിതി ഉണ്ടായിരുന്നു. നമ്മളിപ്പോഴത്തെ മില്ലില്ലേ, അവിടെ ഒരു നാടക ഇതൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവരവരെ ഏജൻസി ആയിട്ട്. അപ്പൊ ഈ നാടകത്തിന്റെ വലിയൊരു പോസ്റ്റർ ഉണ്ടോ, നല്ല വൈറ്റ് നല്ല തിക്ക് പേപ്പറിൽ ഒരു നാടക പോസ്റ്ററൊക്കെ ഉണ്ടോ. അപ്പൊ നമ്മൾ ഈ സ്കൂള് തുറക്കുന്നതിന് മുന്നേ അവിടെ പോയി വാങ്ങിക്കും. അത് നാട്ടിലെ എല്ലാ പിള്ളേരും ആ നാടക പുതിയായിരിക്കും. അപ്പൊ നമ്മളെ നാട്ടിലെ എല്ലാ പിള്ളേർക്കും ഇതായിരിക്കും നാടകപ്പൊതി. നാടകത്തിന്റെ വലിയ പോസ്റ്റർ, ഇത്രയുള്ള വലിയ പോസ്റ്റർ ഉണ്ടാവും ഓരോ നാടകത്തിനും. അത് നമ്മൾ വാങ്ങിക്കും. ഇങ്ങനെ റോളായിട്ടുണ്ടാവും. നമുക്കിങ്ങനെ കുറേ തെരുങ്ങ കൈമാരി നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് പൊതിയും. ഇന്നേരം ഈ പേപ്പറൊന്നും മേടിച്ചില്ല ഉണ്ടാവില്ല. ഇപ്പം ഇങ്ങനത്തൊന്നും വാങ്ങിക്കില്ല, പൈസ കൊടുത്തൊന്നും വാങ്ങിക്കില്ല അന്നത്തെ കാലത്ത്. പിന്നെ 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 അത് മാറി നല്ല കവറൊക്കെ വാങ്ങി. ഒരു കാര്യം അറിയോ, ഇപ്പൊ നമ്മള് ഈ പുസ്തകം വാങ്ങിച്ചു, പുസ്തകം പൊതിയിട്ടു. ഇപ്പൊ 3-ാം തീയതി മുതൽ സ്കൂൾ തുറന്നു. അപ്പൊ നമ്മളെ പാരന്റിങ്ങിന്റെ അടുത്ത സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. അച്ഛനും അമ്മയും ആയി. അതിനുശേഷം 4 വയസ്സ് വരെ അംഗനവാടിയൊക്കെ പോയി. പിന്നെ സ്കൂളിൽ ചേർന്ന് കൂടിയിട്ട് നമ്മളും സ്റ്റുഡന്റ് ആവുകയാണ്. നമ്മള് പഠിച്ചതെന്നല്ല ഇപ്പോഴത്തെ പിള്ളേർ പഠിക്കണേ അല്ലേ? നമ്മള് ഇപ്പൊ തന്നെ നോക്കി എത്രയാ ബുക്സ്, ഇത്രയും ബുക്സ് നമ്മളും പഠിക്കണം. അന്നേരം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ കംപ്ലീറ്റ് നമ്മളെ ദിനചര്യ കംപ്ലീറ്റ് മാറും. രാവിലത്തെ ടൈം നീ രാവിലെ എണീക്കണം. ഫുള്ള് നമ്മളെ കംപ്ലീറ്റ് ടൈമിംഗ് എല്ലാം മാറും. നമ്മൾ അവരെ പഠിപ്പിക്കാൻ ഒരു സമയം കാണണം വൈകിട്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളും ഒരു സ്റ്റുഡൻ്റായി മാറുകയാണ്. അപ്പോൾ പാരന്റിങ്ങിന്റെ 2ാമത്തെ സ്റ്റെപ്പാണ്, 2ാമത്തെ ലെവൽ. ഓക്കെ, ചെറിയ കാര്യമില്ല. അപ്പൊ നമ്മുടെ ബുക്ക് പൊതിയലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഏകദേശം 12 മണിയൊക്കെ ആയിട്ടുണ്ട്. സ്റ്റോറി ബുക്കിനൊന്നും പൊതിയിടണ്ടെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബുക്കൊക്കെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ട് സ്കൂളിൽ കൊണ്ട് കൊടുക്കണം എന്നാണ് അവിടെ നിന്ന് ഇൻഫോം ചെയ്തത്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സ്റ്റോറി ബുക്ക് പൊതിഞ്ഞിട്ടില്ലെങ്കിലും അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ നെയിമും അതുപോലെ ക്ലാസ്സും സെക്ഷനൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്.